ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർ ഏകാദശി ദിനമായ ഇന്നേക്ക് ഏകാദശി ആശംസകൾ. ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം നാരായണ നാമം ജപിക്കുന്നത് അത്യുത്തമമാണ്. പ്രത്യേകിച്ചും 101 ഉരു നമ്മൾ ജപിക്കുന്നത് വളരെ വിശേഷമായിട്ടാണ് പറയാറുള്ളത്. ഇന്നേ ദിവസം എന്തിനാണ് നാരായണ നാമം ജപിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ നാരായണ നാമത്തിൻ്റെ മഹത്വം നമ്മളൊന്ന് വിചാരം ചെയ്താൽ മതിയാകും. നാരായണ എന്ന 4 അക്ഷരം കൊണ്ട് തന്നെ ഈ ഭവസാഗരത്തിൽ നിന്നും മോക്ഷത്തിലേക്ക് എത്തിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കും എന്നുള്ളതിന് നമുക്ക് ഉദാഹരണങ്ങളായി ഭഗവാന്റെ ലീലകൾ പറയുന്ന ശ്രീമദ് ഭാഗവതത്തിലും ശ്രീമദ് നാരായണീയത്തിലുമൊക്കെ അതിന് ഉദാഹരണങ്ങൾ തന്നെ ഭഗവാന്റെ ലീലകളിൽ തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് അജാമിളൻ എന്നൊരു രാജാവിൻ്റെ കഥയിലൂടെ ഭഗവാൻ ആ 4 അക്ഷരത്തിൻ്റെ മഹത്വം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അജാമിളൻ എന്ന രാജാവിന് ഏറെ അധർമ്മത്തിൻ്റെ പാതകളിലൂടെ സഞ്ചരിക്കേണ്ടതായി വരുന്നുണ്ട്. അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് എന്ന് മാത്രം പറയുക വയ്യ, പ്രാരബ്ധം അങ്ങനെ നയിക്കുന്നതാണ്. അങ്ങനെ അധർമ്മത്തിൻ്റെ പാതകളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ ആ അധർമ്മത്തിൻ്റെ പാതയിലൂടെ തന്നെ തൻ്റെ ജീവിതത്തെ തിരഞ്ഞെടുക്കുന്ന ഒരു വേശ്യയായിട്ടുള്ള ഒരു സ്ത്രീയുടെ കൂടെ ജീവിതം കഴിച്ച് അതിലുണ്ടാകുന്ന അനേകം പുത്രന്മാരിൽ ഏറ്റവും ഇളയവനായിട്ടുള്ള പുത്രനെ നാരായണൻ എന്ന് നാമകരണം ചെയ്തത് വഴി തൻ്റെ മൃത്യു അടുത്ത സമയത്ത് യമകിങ്കരന്മാർ തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമ്പോൾ അവിടെ തൻ്റെ ഇളയ പുത്രനായിട്ടുള്ള നാരായണനെ നാരായണ എന്ന നാമം കൊണ്ട് വിളിക്കുമ്പോൾ ആ നാരായണ എന്ന 4 അക്ഷരം ഉരുവിട്ടത് കൊണ്ട് തന്നെ അവസാന കാലത്ത് ഭഗവാനെ സ്മരിച്ചത് കൊണ്ട് ഭഗവത് നാമം ഉരുവിട്ടത് കൊണ്ട് തന്നെ ഭഗവാന്റെ കിങ്കരന്മാർ ഓടിയെത്തുകയായി ഭഗവാന്റെ അടുത്തേക്ക് ആ ജീവനെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട്, അജാമിളനെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട്. അവിടെ നമുക്ക് കാണാം യമകിങ്കരന്മാരും ഭഗവാന്റെ പാർഷദന്മാരും തമ്മിലുള്ള ഒരു സംവാദമൊക്കെ. ഒടുവിൽ യമൻ പോലും യമകിങ്കരന്മാരോട് പറയുന്നുണ്ട്, അവസാന കാലത്ത് ഭഗവാന്റെ നാമം ഉരുവിടുന്നവരുടെ അടുത്തേക്ക് ഒരു കാരണവശാലും പോകരുത് എന്ന് വളരെ കർശനമായൊരു നിർദ്ദേശം നൽകുന്നുണ്ട്. കാരണം എത്ര വലിയ പാപങ്ങൾ ചെയ്ത ഒരാളായിക്കോട്ടെ അവസാന നിമിഷം ആ 4 അക്ഷരം ഉരുവിട്ടാൽ ആ ജീവന് ഭഗവാനിങ്കലേക്ക് എത്താനുള്ള യോഗ്യതയായി എന്ന് പറയുന്നുണ്ട്. അതാണ് ഈ ഒരു 4 അക്ഷരത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. കഴിഞ്ഞില്ല, ഈ 4 അക്ഷരം, ആ ഒരു 4 അക്ഷരത്തിൻ്റെ മഹത്വം ഭഗവാൻ തന്നെ മറ്റ് ഇടങ്ങളിൽ പറയുന്നതും നമുക്ക് കാണാം. വിഷ്ണു സഹസ്രനാമം നമുക്കറിയാം, ഭീഷ്മ പിതാമഹനാൽ ഭഗവാന്റെ സാമീപ്യത്തിൽ പറയപ്പെട്ടതാണ്. ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടി പറയപ്പെട്ടതാണ് വിഷ്ണു സഹസ്രനാമം. അവിടെ ആ ഒരു വിഷ്ണു സഹസ്രനാമ പാരായണത്തിൻ്റെ അവസാനം ഭഗവാൻ തന്നെ ഫലശ്രുതിയിൽ നമുക്ക് കാണാം. അവിടെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ആർത്താവിഷണ്ണ ശിഥിലാശ്ച ഭീതാ ഘോരേഷു ച വ്യാധിഷു വർത്തമാന സങ്കീർത്തിയ നാരായണ ശബ്ദമാത്രം വിമുക്ത ദുഃഖ സുഖിനോ ഭവന്തി. പലതരത്തിലുള്ള ആളുകളാണ് ഭഗവാനെ അവിടുത്തെ സേവ ചെയ്യാൻ, അവിടുത്തെ ഉപാസിക്കാനായിട്ട് വരുന്നത്. ഭഗവാൻ തന്നെ അത് ഗീതയിൽ പറയുന്നുണ്ട്. നമ്മളതിലേക്ക് കടക്കുന്നില്ല ഇപ്പോൾ. ഭഗവാൻ പറയുന്നു, ആർത്ത ദുഃഖിതനായിട്ടുള്ളവർ, വിഷണ്ണ വിഷമിച്ചിരിക്കുന്നവർ, ശിഥിലാശ്ച ഭീതാഹ തന്നെ നാശത്തിൽ ഭയത്തോടുകൂടി കഴിയുന്നവർ, ഘോരേഷു ച വ്യാധിഷു വർത്തമാന, ഘോരേഷു ച വ്യാധിഷു വർത്തമാന. ഈ ഒരു സംസാര സാഗരത്തിൽ
അതികഠിനമായിട്ടുള്ള രോഗങ്ങളാൽ വലയുന്നവർ, പിന്നെയോ അങ്ങനെയുള്ളവരൊക്കെയും നോക്കൂ, എത്ര തരത്തിലാണ് മനുഷ്യൻ്റെ ദുഃഖങ്ങൾ. പല തരത്തിലാണ്. അവനെ ഭയം പിടികൂടുന്നുണ്ട്, ദുഃഖം പിടികൂടുന്നുണ്ട്, സങ്കടം പിടികൂടുന്നുണ്ട്, രോഗങ്ങൾ പിടികൂടുന്നുണ്ട്. പല തരത്തിലാണ് മനുഷ്യനെ ഈ ഒരു സംസാര സാഗരത്തിൽ തൻ്റെ പ്രാരബ്ധങ്ങൾ ഒടുങ്ങുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ അങ്ങനെ കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ ആ പ്രാരബ്ധങ്ങൾ ഓരോ ജീവനെയും കൊണ്ടുപോകുന്നത്. പക്ഷേ ഏത് തരത്തിലുള്ളവയായിക്കോട്ടെ, അത് ഭീതിയായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, അവരൊക്കെ എന്തേ വേണ്ടു? സങ്കീർത്തിയ നാരായണ ശബ്ദമാത്രം. ഈ ഒരു നാരായണ എന്നൊരു ശബ്ദം ഉരുവിടുന്നത് കൊണ്ട് തന്നെ, കീർത്തിക്കുന്നത് കൊണ്ട് തന്നെ, ഭഗവാനെ മറ്റൊന്നുകൊണ്ടും ജപിക്കാൻ പൂജ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും, ഉപാസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഭഗവാൻ തന്നെ പറയുന്നു, നാരായണ എന്ന ഒരു ശബ്ദം കൊണ്ട് എന്നെ കീർത്തിക്കുകയേ വേണ്ടൂ. എന്തേ? വിമുക്ത ദുഃഖ സുഖിനോ ഭവന്തി. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും വിമുക്തി നേടാനാവും. ഏത് തരത്തിലുള്ള സങ്കടങ്ങളായിക്കോട്ടെ മനുഷ്യനെ വേട്ടയാടുന്നത്, അതിൽ നിന്നൊക്കെ ഒരു ദുഃഖം കിട്ടിക്കൊണ്ട് സുഖിനോ ഭവന്തി. എല്ലാ തരത്തിലുള്ള സുഖങ്ങളും, സുഖമെന്നാൽ അത് ആന്തരികമാണ്. ആ സുഖത്തെ അനുഭവിക്കാൻ, ആ പരമമായ ആനന്ദത്തെ അനുഭവിക്കാൻ നമുക്ക് കഴിയുമെന്ന് പറയുന്നു. കാരണം ആ ശബ്ദം കേൾക്കുമ്പോൾ ഓടിയെത്തുന്നത് സാക്ഷാൽ ഭഗവാനാണ്, ഭഗവാന്റെ പാർഷദന്മാരാണ് എന്ന് കാണിച്ചു തരുന്നുണ്ട് അജാമിളൻ്റെ കഥ. അപ്പോൾ ഇങ്ങനെ ഭഗവാനെ ആ 4 അക്ഷരങ്ങൾ കൊണ്ട് ഭഗവാനെ കീർത്തിച്ചാൽ തന്നെ അവിടുന്ന് എല്ലാ ദുഃഖങ്ങളെയും മാറ്റി സുഖങ്ങളെ പ്രദാനം ചെയ്യുമെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. അതാരാണ്? ഭഗവാൻ തന്നെയാണ് പറയുന്നത്. വിഷ്ണു സഹസ്രനാമത്തിൽ ഭീഷ്മ പിതാമഹനോടും മറ്റവിടെ കൂടിയിരുന്ന മറ്റു മഹർഷിമാരോടും പാണ്ഡവരോടും ഒക്കെയായിട്ട് അത്രമാത്രം മഹത്വം ഭഗവാന്റെ തന്നെ തിരുവായ്മൊഴിയിൽ പറഞ്ഞു തരുന്നു. ആ 4 അക്ഷരത്തിൻ്റെ മഹത്വം, അങ്ങനെയുള്ള ആ നാരായണ ശബ്ദം, ആ ഒരു നാരായണ ഭാവത്തിൻ്റെ മഹത്വം നമുക്ക് ഹരിനാമകീർത്തനത്തിലും കാണാം അല്ലേ? യാതൊന്ന് കണ്ടതോ നാരായണ പ്രതിമ, യാതൊന്ന് കേട്ടതോ നാരായണ ശ്രുതികൾ, യാതൊന്ന് ചെയ്തതോ നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. കാണുന്നതിലും കേൾക്കുന്നതിലും ഒക്കെ ഭഗവാനെ, അവിടുത്തെ രൂപം ദർശിക്കാനും കാണാനും കേൾക്കാനും, പിന്നെ ചെയ്യുന്നതൊക്കെ ഭഗവാനെ അവിടത്തേക്കുള്ള അർച്ചനകളായി മാറട്ടെ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, നമ്മൾ എന്ത് കർമ്മം ചെയ്തോട്ടെ അത് ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞാൽ, അത് ഭഗവാനുള്ള സമർപ്പണമായിക്കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് അർച്ചന. യാതൊന്ന് ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. എല്ലാം തന്നെയും ഭഗവാനെ, തൻ്റെ ചുറ്റിനുള്ളതൊക്കെയും അത് നാരായണൻ ഒന്നു മാത്രമേയുള്ളൂ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഭഗവാന്റെ. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത് പോലും ഭഗവാനെ അവിടുത്തെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇനിയും ഈ നാരായണ എന്ന് ഉച്ചരിക്കാൻ ആർക്കാണ് യോഗ്യത എന്ന് ചോദിച്ചാൽ അതും നമുക്ക് ഹരിനാമ കീർത്തനത്തിൽ കാണാം. ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതന്നും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനം ഇതൊരു നാളും ആർക്കും ഉടനരുതാത്തതല്ല ഹരിനാരായണായ നമ. ആർക്കാണ് പാടില്ലാത്തത്? അശുദ്ധമായിരിക്കുന്ന സ്ത്രീക്ക്, അല്ലെ, ഋതുവായ പെണ്ണിന്, ഇരപ്പൻ എന്ന് പറഞ്ഞാൽ യാചകന്, ദാഹകനും എന്ന് പറഞ്ഞാൽ ഈ പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യിക്കുന്ന, പിതൃകർമ്മത്തിലിരിക്കുന്ന ആള്, അഥവാ ആ ഒരു നമ്മൾ പറയും പുലയുള്ളവർ എന്ന് പറയില്ല, അങ്ങനെയുള്ളവർ. പിന്നെയോ പതിതൻ എന്ന് പറഞ്ഞാൽ ചണ്ടാളനായിട്ടുള്ള ചണ്ടാളകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക്. പിന്നെ അഗ്നിയജനം ചെയ്ത ഭൂസുരൻ എന്ന് പറഞ്ഞാൽ യാഗം ചെയ്ത ബ്രാഹ്മണന്. അപ്പോൾ ഇവിടെ 4 വർണ്ണങ്ങൾ, ഇവിടെ വർണ്ണഭേദം ഒന്നുമില്ല. ആർക്കും തന്നെയും ഭഗവാനെ അവിടുത്തെ നാമം എപ്പോഴും എന്താ പറഞ്ഞ് ആർക്കും ഇതൊരു നാളും ആർക്കും ഉടനരുതാത്തതല്ല ഹരിനാരായണായ നമ. അപ്പോൾ ഇത് ആർക്കും അരുതാത്തതല്ല, എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്ന ഈ നാരായണ നാമം ഭഗവാനെ എപ്പോഴും എപ്പോഴും അങ്ങയുടെ ഭക്തരുടെ നാവുകളിൽ എപ്പോഴും അത് വരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി
അതിവിശിഷ്ടമായിട്ടുള്ള 101 നാരായണനാമം പാരായണം ചെയ്ത് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. എല്ലാവരുടെയും നാവുകളിൽ എപ്പോഴും ഇതുണ്ടാവട്ടെ, അതിന് ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 101 നാരായണനാമം പാരായണം ചെയ്യട്ടെ. ഹരേ കൃഷ്ണ. നാരായണ 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 സത്യനാരായണ നാരായണ 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 നിത്യനാരായണ നാരായണ 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 കണ്ണ നാരായണ 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 കൃഷ്ണ നാരായണ 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 പ്രഭോ നാരായണ 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 വിഭോ നാരായണ 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 ശങ്കര നാരായണ 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 അമ്മേ നാരായണ 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 ദേവി നാരായണ 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 ലക്ഷ്മി നാരായണ 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 ഭദ്രേ നാരായണ 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 നാരായണ. എല്ലാ സജ്ജനങ്ങൾക്കും ഈ ഒരു നാരായണ നാമം 101 ഉരുവിടുന്ന ഈ ഒരു നാരായണ നാമം ഏകാദശി നാളിൽ അതിവിശിഷ്ടമായ ഈ ഒരു നാരായണ നാമം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ പ്രീതിക്കായിക്കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിനായിക്കൊണ്ട് നമുക്ക് ഏവർക്കും അപേക്ഷിക്കാം. സർവത്ര
ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.